ഈ സാഹചര്യത്തിൽ പോലും ഫ്ലൈറ്റ് ചാർജുകൾ അതിഭീകരമാംവിധം വർദ്ധിപ്പിച്ച് പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന ഈ എയർലൈൻസ് കമ്പനികൾ ചില മരണവീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ ആംബുലൻസിൻ്റെ ചാർജ് ആ സാഹചര്യം മുതലെടുത്ത് ഭീകരമായി വാങ്ങുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു നിവൃത്തി ഉണ്ടാക്കി ഈ ഫ്ലൈറ്റ് ചാർജ് ഒരു ന്യായമാക്കിയാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിർബന്ധിതമായ ലീവുമായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് നാട്ടിലേക്ക് എത്താൻ കഴിയും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. ഇവിടെയൊക്കെ പറയുന്നത് പോലെയല്ല മിഡിൽ ഈസ്റ്റിനെ യുദ്ധം ബാധിച്ചിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവടങ്ങൾ, മറ്റെല്ലാ സംവിധാനങ്ങളും അതൊരു പ്രതിസന്ധിയിലേക്ക് എത്തുന്ന നിലയിലാണ് അവിടെയൊക്കെ ഉള്ളത്. അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമാണ് MA യൂസുഫ് അലിക്കയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായത്. ലോൺ എടുത്തായാലും ജീവനക്കാർക്ക് താൻ ശമ്പളം മുടങ്ങാതെ കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡ് കാലത്തെയോ കോവിഡിനേക്കാളോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ കടന്നു പോകുന്നത്. UAEയും ബഹ്റൈനും ഖത്തറും എല്ലാ രാജ്യങ്ങളും അതേ സ്ഥിതിയിലാണ്. കമ്പയറബിളി ഒമാൻ മാത്രമാണ് കുറച്ചൊരു സേഫ് സോണിലുള്ളത്. കാരണം ഇറാനെ ആക്രമിക്കുമ്പോഴെല്ലാം ഇറാൻ തിരിച്ച് ലക്ഷ്യം വെക്കുന്നത് അമേരിക്കൻ ബേസുകളെയാണെന്ന് പറയുമ്പോഴും കേന്ദ്രീകരിച്ചതിനെ ലക്ഷ്യം വെക്കുമെങ്കിലും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കേണ്ടത് തങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നൊരു ബോധ്യം. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുമ്പോൾ അമേരിക്ക അസ്വസ്ഥമാക്കപ്പെടും, ഒരു കരാറിലേക്ക് എത്തപ്പെടും, തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ബോധ്യം അവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതിലൂടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എയർപോർട്ടിനടുത്തൊക്കെ വാഹനങ്ങൾ കൊണ്ടിട്ട് ഒരുപാട് യൂറോപ്യൻസ് അവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ അവിടെ സാമ്പത്തികമായുമൊക്കെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് തൊഴിൽ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും അവിടെ ജോലി ചെയ്യുന്നവർക്ക് ലീവ് യഥേഷ്ടം കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. 2 മാസമോ 3 മാസമോ നാട്ടിലേക്ക് പോകാൻ ലീവ് നൽകുമ്പോൾ നാട്ടിലേക്ക് വരാനായി ഫ്ലൈറ്റ് ചാർജ് നോക്കുമ്പോൾ 40,000 ഒക്കെ വരുന്ന അതിഭീകരമായ ചാർജാണ് ഈടാക്കുന്നത്. നിർബന്ധിതാവസ്ഥയിൽ പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൈകാര്യം ചെയ്ത് ലാഭമൂറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി. പണ്ട് കോവിഡ് കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പ്രതിസന്ധിയിലും ഉറച്ച താങ്ങും തണലുമായി നിന്നവരാണ് ഈ നമ്മുടെ സഹോദരങ്ങൾ പ്രവാസികൾ. ഈ ഇലക്ഷന് പോലും പല സ്ഥാനാർത്ഥികളും ഗണ്യമായി ബുദ്ധിമുട്ടുന്നത് ആ നാട്ടിലെ പ്രയാസം കൊണ്ടാണ്. പലരും ഈ പ്രതിസന്ധി മൂലം അവരെ സന്ദർശിക്കാനോ അടക്കം അങ്ങോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുന്ന ദിവസം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പ്രധാന പ്രവർത്തകരുമൊക്കെ പറന്ന് കറങ്ങി തിരിച്ച് മറന്നിറങ്ങേണ്ടതാണ്. പക്ഷേ അങ്ങോട്ട് പോകാത്തൊരു സ്ഥിതിയുണ്ട്. എന്നാൽ അവിടെയുള്ള മനുഷ്യർ അവരുടെ പ്രതിസന്ധിയും പ്രയാസങ്ങൾ കൂടി കാണേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ മറ്റേ ഉദാഹരണം പറഞ്ഞത്, അതായത് മരണവീട്ടിൽ വരുന്ന ആംബുലൻസിൻ്റെ കഥ പറഞ്ഞത് ചിലർക്കതൊരു വിനോദമാണ്, ഒരവസരമാണ്. അങ്ങനെ ബോഡി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടവരാരും കാണൂല്ല, റേറ്റ് ചോദിക്കാൻ ആരും കാണൂല്ല, കൊടുക്കാൻ താല്പര്യമുള്ള നിരവധി പേർ കാണും. അപ്പോൾ സാധാരണ 4,000 ആണെങ്കിൽ ഒരു 9,000 വാങ്ങിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ. അതുപോലെയാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ഈ പ്രവാസി സമൂഹത്തോട്, മലയാളി സമൂഹത്തോട് കാണിക്കുന്ന അനീതി. ഇത് പക്ഷേ യൂറോപ്യൻ ഫ്ലൈറ്റുകളൊന്നും യൂറോപ്പുകാരോട് കാണിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് വലിയ ഭരണകൂടമുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്നവരുണ്ട്, ക്ഷേമരാജ്യമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം വിമാന കമ്പനി മാഫിയകളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന സംവിധാനമാണ് പല സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം സ്വീകരിച്ചു പോരുന്നത്. ഈ അവസരത്തിലെങ്കിലും അതിനൊരു മാറ്റമുണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് മാത്രമല്ല, ഈ സന്ദർഭത്തിൽ ആരും പ്രവാസികളെ പിരിവ് ചോദിച്ച് വിളിക്കാതിരിക്കാനും ശ്രദ്ധിക്കണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്.